ഷൊർണൂർ നഗരസഭാ പരിധിയിലെ ജലസ്രോതസ്സുകളുടെ സംരക്ഷണത്തിനും പുഴയോര പാർക്ക് നിർമ്മാണത്തിനും അമൃത് പദ്ധതിയിൽ 6.85 കോടിയുടെ ഭരണാനുമതി. 8 കുളങ്ങൾ നവീകരിക്കുന്നതിനുള്ള ഭരണാനുമതി ലഭ്യമായ സാഹചര്യത്തിൽ ഉടൻ ടെൻഡർ നടപടികളിലേക്ക് കടക്കുമെന്ന് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അറിയിച്ചു. അമൃത് 2.0 പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള ജലസ്രോതസ്സുകളുടെ നവീകരണത്തിനും പുഴയോരത്ത് പുതിയ പാർക്ക് നിർമ്മിക്കുന്നതിനുമാണ് 6.85 കോടിയുടെ പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ ഭരണാനുമതി നൽകിയത്. കവളപ്പാറ എറുപ്പെ ക്ഷേത്രക്കുളം 2.5 കോടി, ഷൊർണൂർ നരസിംഹമൂർത്തി ക്ഷേത്രക്കുളം 1,36 ലക്ഷം, ഷൊർണൂർ കുളഞ്ചേരിക്കുളത്തിന് 80 ലക്ഷം, കുളപ്പുള്ളി അന്തിമഹാകാളൻകാവ് കുളത്തിന് 75 ലക്ഷം, തവിട്ടുകുളം 19,80,000, കുടത്തിക്കുളം 22,10,000, പാലാട്ടുകുളം 19,80,000, കാഞ്ഞിരക്കുഴിക്കുളം 32,50,000 എന്നിങ്ങനെയാണ് കുളം നവീകരണ പദ്ധതികൾക്ക് ഭരണാനുമതി. ഇതിനു പുറമെ ഭാരതപ്പുഴയോരത്ത് പാർക്ക് നിർമ്മിക്കാൻ 50 ലക്ഷം രൂപയും അമൃത് പദ്ധതിയിലൂടെ അനുവദിച്ചിട്ടുണ്ടെന്ന് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അറിയിച്ചു. ഭരണാനുമതിയായതോടെ ഉടൻ ടെൻഡർ നടപടികളിലേക്ക് കടക്കുമെന്നും 2 മാസം കൊണ്ട് തന്നെ പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമെന്നും ചെയർമാൻ അറിയിച്ചു. ഈ വർഷം അമൃത് 2.0 വാട്ടർ ബോഡീസ് ആൻഡ് റിജുവിനേഷൻ, അതുപോലെ പാർക്ക് നവീകരണം, പുതിയ പാർക്ക് ഉണ്ടാക്കൽ 6,85 ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചു. ഇന്നലെയാണ് സർക്കാരിൻ്റെ ഉത്തരവ് ഗവൺമെൻറ് ഓർഡറായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. 8 കുളങ്ങൾക്കുള്ള ഭരണാനുമതി നമുക്ക് ലഭ്യമായി. ഇനി ടെൻഡർ നടപടിയിലേക്ക് പോകേണ്ട സ്ഥിതിയാണുള്ളത്. ഇതുകൂടാതെ ഭാരതപ്പുഴയുടെ തീരത്ത് 50 ലക്ഷം രൂപ പാർക്ക് പുതുതായി നിർമ്മിക്കുന്നതിന് വേണ്ടി അനുവദിച്ചു കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ നഗരസഭയിൽ ഈ വർഷം 6.85 കോടി രൂപയുടെ വാട്ടർ ബോഡീസ് റിജുവിനേഷൻ ആൻഡ് പാർക്ക് ഇതിനുവേണ്ടി ലഭ്യമായിട്ടുള്ള വിവരം വളരെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. പ്രവൃത്തി ഏപ്രിൽ-മെയ് മാസത്തിൽ തന്നെ ആരംഭിച്ച് പൂർത്തിയാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നഗരസഭ മുന്നോട്ട് പോകുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ.